Praise the Lord. സ്തോത്രം. Praise the Lord. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയൊരു ലൈവുമായി കടന്നു വരാൻ കഴിഞ്ഞതിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ആനുവൽ പ്രോഗ്രാമായിട്ട് ഇന്ന് വേർതിരിച്ചിരിക്കുന്ന ഈ പ്രത്യേക നിമിഷം ഈ ഗ്രൂപ്പിൻ്റെ ചുമതലക്കാരോട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയർ ഗ്രൂപ്പാണല്ലോ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ്. ഇതിൻ്റെ തുടക്കം മുതൽ ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പ്രയർ ഗ്രൂപ്പിൻ്റെ തുടക്കം മുതൽ എനിക്കും ഇതിൽ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് സഹായിച്ചു. വളരെ ആഴമേറിയൊരു സ്നേഹബന്ധമാണ് ഇതിൻ്റെ അഡ്മിന്മാരോട് എനിക്കുള്ളത്. ശക്തമായ ആത്മീയ പ്രചോദനം നൽകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ അനേകർക്ക് വിടുതലിന് കാരണമായി തീരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പ് എന്ന നിലയിൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അനേക പ്രശ്നങ്ങൾ, കാലഘട്ടത്തിൻ്റെ നടുവിൽ അനേക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായി പ്രാർത്ഥനയുടെ ശക്തമായ ആഹ്വാനവുമായി ദൈവവചനത്തിൻ്റെ സത്യങ്ങളുമായി നിലകൊള്ളുവാൻ ഈ ഗ്രൂപ്പിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ഞാൻ വളരെയധികം ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന റോസ്ലിൻ സുരേഷ് അവർകൾ, അപ്പോൾ തന്നെ പ്രിയ റോസ്ലിൻ ആൻറ്റിയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ശക്തമായ പിന്തുണ കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഡ്മിന്മാർ. നമുക്കറിയാം, ഒരു സ്റ്റേജിൽ ഒരു പ്രകാശം അല്ലെങ്കിൽ മൈക്ക് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ജനറേറ്റർ ഉണ്ടല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ജനറേറ്ററിനെ ആരും ശ്രദ്ധിക്കാറില്ല. അവിടെ നിൽക്കുന്ന പ്രകാശത്തെയും അവിടെ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളെയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ ആ സ്റ്റേജിൽ ആ വ്യക്തിയെ നിലനിർത്തുവാൻ കാരണമായി തീരുന്ന ജനറേറ്റർ ആരും കാണുന്നില്ല. ഇതുപോലെയാണ് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ പിന്നിൽ ആരും അറിയാതെ നിൽക്കുന്ന ഒട്ടനവധി അഡ്മിന്മാരുണ്ട്. ശക്തമായ വില കൊടുത്തുകൊണ്ട്, ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് റോസ്ലാൻഡിയുടെ കൂടെ പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ശക്തന്മാരായ, അല്ലെങ്കിൽ കഥാവിന് വേണ്ടി വില കൊടുത്തു നിൽക്കുന്ന അഭിഷക്തന്മാർ, ദൈവദാസിമാർ, അങ്ങനെയുള്ള വലിയൊരു അഡ്മിന്മാരുടെ നിര ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണയാണ് ഈ ഗ്രൂപ്പിനെ വളർത്തുവാൻ, ഈ ദർശനത്തെ ഉയർത്തുവാൻ റോസ്ലാൻഡിക്ക് കരുത്തേകുന്നതും ഈ പ്രവർത്തനങ്ങളെ ഇത്ര വിശാലപ്പെടുത്തുന്നതുമായി ഇടയായി തീർന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റുവാൻ ഈ പ്രവർത്തനങ്ങൾ പിന്നെയും ശക്തിയോടെ മുന്നോട്ട് കടന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ഈ ഗ്രൂപ്പ് നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായ നിലയിൽ
വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ ഒരു ദൈവപ്രവർത്തിക്കായി, ഒരു ഉണർവിനായി ഈ കാലഘട്ടത്തിൽ ഈ ഗ്രൂപ്പ് മാറട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തന അഡ്മിന്മാർക്കും ഇതിൻ്റെ ഡയറക്ടറിനും ഞാൻ ക്രൈസ്റ്റ് അലോൺ മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ആശംസകൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലഘട്ടത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കുവാൻ ഈ ഗ്രൂപ്പിലൂടെ ദൈവം ഇടവരുത്തട്ടെ. അനേകർ ദൈവവചനം കേട്ട് രക്ഷ പ്രാപിക്കുവാൻ, നിത്യതയുടെ ഓഹരിക്കാരായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു കാര്യം അറിയാം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുകഴാനൊന്നുമില്ല. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഈ ദിവസം നമുക്ക് പുകഴാനല്ല, ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ദൈവനാമഹത്വത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം. ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന അതിനേക്കാൾ ഉപരി നമുക്ക് കർത്താവിന് വേണ്ടി ഇനിയും അധികമായി അധ്വാനിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും ഇതിൻ്റെ ഡയറക്ടറിനെയും എല്ലാവരെയും കർത്താവ് പിന്നെ കരങ്ങളിലെടുക്കട്ടെ, അവരുടെ കരങ്ങളിൽ ബലം പകരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അടുത്ത സെക്ഷൻ 3:30 3:30 നിങ്ങൾ എല്ലാവരും പിന്നെയും ജോയിൻ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എനിക്കും നിങ്ങളോട് ഒരുമിച്ചൊരു പങ്കാളിത്തം വഹിക്കുവാൻ, അഡ്മിനായി പ്രവർത്തിക്കുവാൻ എനിക്കും കഴിഞ്ഞത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ഈ പ്രവർത്തനങ്ങളെയും ഈ ഗ്രൂപ്പിനെയും ഓർത്തുകൊണ്ട്, ഇതിൽ അഡ്മിന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഇരുട്ടിലൊരു പ്രകാശമായി ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2ാമത്തെ ആനുവൽ പ്രോഗ്രാമിൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ കർത്താവെ ഭാഗമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ ദൈവം ഇടവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതിൻ്റെ ഡയറക്ടറിനായി ചുമതല വഹിക്കുന്ന റോസിൻ സുരേഷ് ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ശക്തിയോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഈ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഈ ഗ്രൂപ്പ് ഇനിയും വിശാലമായ നിലയിൽ അനേകർക്കൊരു ആശ്വാസമായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിന്മാരുണ്ടല്ലോ, ആത്മിന്മാരെ ഓരോ കുടുംബങ്ങളെയും ഓരോ ആത്മിന്മാരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. മെമ്പേഴ്സിനെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഉച്ച സമയത്ത് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെയും ഇതിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 3:30 അടുത്ത സെഷനുണ്ട്. ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ.